ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൽ വരുന്ന ചേഞ്ച് ആ പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ആ പ്രൊഡക്റ്റ് കൺസ്യൂമർ ഡിമാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഡിമാൻഡിൽ എന്താണ് മാറ്റം ഉണ്ടാക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. പ്രൈസിൽ വരുന്ന ചേഞ്ച് എങ്ങനെയാണ് ക്വാണ്ടിറ്റീനെ ബാധിക്കുന്നത് എന്നറിയാനുള്ള ഒരു കോൺസെപ്റ്റാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമ്മോഡിറ്റി ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. ഒരു കമ്മോഡിറ്റീൻ്റെ പ്രൈസിൽ വരുന്ന മാറ്റം എത്രമാത്രം അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ മാറ്റം വരുത്തുന്നു എന്നറിയാനുള്ള ഒരു കോൺസെപ്റ്റാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. മെഷർമെൻറ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഒരു ഡിമാൻഡിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യാൻ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മെഷർ ചെയ്യാൻ 3 മെഷർമെൻ്റാണുള്ളത്, 3 മെത്തേഡ്സാണുള്ളത്. ഫസ്റ്റ് പെർസെൻറ്റേജ് മെത്തേഡ് ഓർ പ്രൊപ്പോർഷനേറ്റ് മെത്തേഡ്, സെക്കൻഡ് ജിയോമെട്രിക് മെത്തേഡ് ഓർ പോയിൻ്റ് മെത്തേഡ്, തേർഡ് ARC ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഓർ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഓർ ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് പെർസെൻറ്റേജ് മെത്തേഡ് ഓർ പ്രൊപ്പോർഷനേറ്റ് മെത്തേഡ്. ഈ മെത്തേഡിലൂടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മെഷർ ചെയ്യുന്നത് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഫോർ എക്സ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ് ഫോർ എക്സ്. അഥവാ എത്രയാണോ പ്രൈസ് ചേഞ്ച് വന്നിട്ടുള്ളത് അതാണ് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ് ഫോർ എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഫോർ എക്സ് ഉദ്ദേശിക്കുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വന്ന വ്യത്യാസമാണ്. PX ഉദ്ദേശിക്കുന്നത് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റിയാണ്. QX ഉദ്ദേശിക്കുന്നത് ക്വാണ്ടിറ്റി ഓഫ് ദ കമ്മോഡിറ്റിയാണ്. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാൽ നമുക്ക് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതല്ലാതെ വേറെ 2 മെത്തേഡും കൂടി പഠിക്കാനുണ്ട്. ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യാനുള്ള മെത്തേഡ്സ് 3 മെത്തേഡ്സാണ്. പെർസെൻറ്റേജ് മെത്തേഡ് ഓർ പ്രൊപ്പോർഷനേറ്റ് മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആൻഡ് ജിയോമെട്രിക് മെത്തേഡ്. ഇങ്ങനെയുള്ള 3 മെത്തേഡ്സാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പെർസെൻറ്റേജ് മെത്തേഡിൽ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടെത്തുന്നത്. ഒന്നുകൂടി പറയാം, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് 3 മെത്തേഡ്സാണുള്ളത്. പെർസെൻറ്റേജ് മെത്തേഡ്, ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ജിയോമെട്രിക് ഓർ പ്രിൻ്റ് മെത്തേഡ്. പെർസെൻറ്റേജ് മെത്തേഡിൽ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മെഷർ ചെയ്യുന്നത്. ഡെൽറ്റ Q ബൈ ഡെൽറ്റ P ഇൻറ്റു P ബൈ Q. P ഈസ് ഈക്വൽ ടു ആക്ച്വൽ പ്രൈസ്, Q ഈസ് ഈക്വൽ ടു ആക്ച്വൽ ക്വാണ്ടിറ്റിയാണ് Q. ഡെൽറ്റ P ചേഞ്ച് ഇൻ പ്രൈസാണ്, ഡെൽറ്റ Q ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റിയാണ്. ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ ആദ്യം ടോട്ടൽ എക്സ്പെൻഡിച്ചർ കണ്ടുപിടിക്കുന്നു, P ഇൻറ്റു Q, പ്രൈസ് ഓഫ് ദ ഗുഡ് ഇൻറ്റു ക്വാണ്ടിറ്റി ഓഫ് ദ ഗുഡ്. ഇങ്ങനെയാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മെഷർ ചെയ്യുന്നത്. ജിയോമെട്രിക് മെത്തേഡിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ലോവർ സെഗ്മെൻറ്റ് ഓഫ് ഡിമാൻഡ് കർവ് ബൈ അപ്പർ സെഗ്മെൻറ്റ് ഓഫ് ഡിമാൻഡ് കർവ്. ഫസ്റ്റ് മെത്തേഡായ പെർസെൻറ്റേജ് മെത്തേഡ് ഓർ പ്രൊപ്പോർഷനേറ്റ് മെത്തേഡിലെ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്കൊരു സംഖ്യ കിട്ടും. അത് 1നേക്കാൾ ചെറുതാണെങ്കിൽ ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. ഇനി നമുക്ക് കിട്ടുന്ന സംഖ്യ ഗ്രേറ്റർ ദാൻ 1നേക്കാളും കൂടുതലാണെങ്കിൽ അത് മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും.
1 ഈക്വൽ ആണെങ്കിൽ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. അതുപോലെ തന്നെ ED ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇൻഫിനിറ്റ് ആണെങ്കിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. ഇങ്ങനെയുള്ള ഒരു മെത്തേഡാണ് പെർസെൻറ്റേജ് മെത്തേഡ് ഓർ പ്രൊപ്പോർഷനേറ്റ് മെത്തേഡ്. എന്നാൽ ജിയോമെട്രിക് മെത്തേഡിൽ ഒരു ഗ്രാഫിനെ അനുസരിച്ചായിരിക്കും ഇലാസ്റ്റിസിറ്റിൻ്റെ വാല്യൂ ഉണ്ടാവുക. ഇങ്ങനെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. പിന്നെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇലാസ്റ്റിക് ആയിരിക്കും. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇസിക്വൽ ടു 1 ആണെങ്കിൽ യൂണിറ്ററി ഇലാസ്റ്റിക് ആയിരിക്കും. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ലെസ് ദാൻ 1 ആണെങ്കിൽ ഇൻഇലാസ്റ്റിക് ആയിരിക്കും. ഇങ്ങനെയുള്ള ഒരു ഗ്രാഫാണ് ജിയോമെട്രിക് മെത്തേഡിൽ. ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡാണ് പറയുന്നത്. 5 ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡാണുള്ളത്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 0 ആകുമ്പോൾ പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡാണ് ഉണ്ടാവുക. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 0 ആയിരിക്കുമ്പോൾ പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് ഉണ്ടാവുക. ചേഞ്ചസ് ഇൻ പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഒരു മാറ്റം ഉണ്ടാക്കുന്നില്ലെങ്കിൽ അതൊരു പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഒരു പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ചെറിയൊരു പ്രൈസിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൽ ചെറിയൊരു മാറ്റം ഉണ്ടാകുമ്പോൾ കൺസ്യൂമറിൻ്റെ ഡിമാൻഡിൽ ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു കൂടുതൽ അല്ലെങ്കിൽ കൺസ്യൂമർ ഡിമാൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു കൂടുതലാണ് കൺസ്യൂമറിൻ്റെ ഡിമാൻഡിൻ്റെ ഒരു കൂടുതലിനെയാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. 5 ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണുള്ളത്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, യൂണിറ്ററി ഇലാസ്റ്റിക്, റിലേറ്റീവ്ലി ഇലാസ്റ്റിക്, റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്. ഇങ്ങനെയുള്ള 5 ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡാണ് ഉള്ളത്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള 5 ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന 3 മെത്തേഡ്സാണ് പെർസെൻറ്റേജ് മെത്തേഡ്, ജിയോമെട്രിക് മെത്തേഡ് ആൻഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇങ്ങനെയുള്ള മെത്തേഡ്സ് ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്ന പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഉണ്ടാവുമല്ലോ, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഉണ്ടാവുമല്ലോ, ആ ഡിമാൻഡിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇത്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇൻഫിനിറ്റ് ആകുമ്പോൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആയിരിക്കുമ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 0 ആയിരിക്കും. അങ്ങനെ യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി ആകുമ്പോൾ ഇലാസ്റ്റിസിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റവും, അതുപോലെ തന്നെ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആകുമ്പോൾ ലെസ് ദാൻ 1 ആയിരിക്കും. ഇലാസ്റ്റിസിറ്റി ലെസ് ദാൻ 1 ആയിരിക്കും. റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ആകുമ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. യൂണിറ്ററി ഇലാസ്റ്റിക്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 1 തുല്യമായിരിക്കും. നമുക്ക് കിട്ടുന്ന ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് 1 ആണെങ്കിൽ അതൊരു യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡാണ്. നമുക്ക് കിട്ടുന്ന വാല്യൂ, നമ്മൾ കണ്ടുപിടിക്കുന്ന വാല്യൂ ഇൻഫിനിറ്റ് ആണെങ്കിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആയിരിക്കുക ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 0 ആയിരിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ലെസ് ദാൻ 1 ആയിരിക്കുമ്പോൾ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആയിരിക്കും. ഇതാണ് 5 ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇനി സപ്ലൈനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. സപ്ലൈ ഓഫ് ഗുഡ്സ്. The relationship exists between the price of good and quantity supplied in a given time period.
മറ്റുള്ള സപ്ലൈനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ബാക്കിയുള്ള ഡിറ്റർമിനൻസ് എല്ലാം കോൺസ്റ്റൻ്റായി നിൽക്കുമ്പോൾ പ്രൈസും സപ്ലൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പോസിറ്റീവ് ആയിരിക്കും. പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കൂടുന്നു, പ്രൈസ് കുറയുമ്പോൾ സപ്ലൈ കുറയുന്നു. ഇതിനെയാണ് ലോ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഇതൊരു സപ്ലൈ ഷെഡ്യൂളാണ്. പ്രൈസ് കുറയുമ്പോൾ സപ്ലൈൻ്റെ അളവ് കുറവാണ്, പ്രൈസ് കൂടുന്ന അവസരത്തിൽ സപ്ലൈ കൂടുതലാണ്. എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ പ്രൈസ് ഓഫ് എ ഗുഡ് ആൻഡ് ദ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഇൻ എ ഗിവൺ ടൈം പീരീഡ്. ഇതിനെയാണ് ലോ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ഓഫ് ദ ഗുഡ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈ. ഡിമാൻഡ് നിർണ്ണയിക്കുന്നത് എപ്പോഴും കൺസ്യൂമേഴ്സ് ആയിരിക്കും, പക്ഷേ സപ്ലൈ നിർണ്ണയിക്കുന്നത് പ്രൊഡ്യൂസേഴ്സാണ്. സപ്ലൈയുടെ ഡിറ്റർമിനൻസ് ആണ് ദ പ്രൈസ് ഓഫ് റിസോഴ്സസ്. അസംസ്കൃത വസ്തുക്കളുടെ വില. ടെക്നോളജി ആൻഡ് പ്രൊഡക്ടിവിറ്റി. ടെക്നോളജിയും പ്രൊഡക്ടിവിറ്റിയും, സാങ്കേതികവിദ്യയും പ്രൊഡക്ടിവിറ്റിയും. ദ എക്സ്പെക്റ്റേഷൻ ഓഫ് പ്രൊഡ്യൂസേഴ്സ്. പ്രൊഡ്യൂസേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ. ചിലർ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുക, ചിലർ വെൽഫെയറിന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള എക്സ്പെക്റ്റേഷൻസ് ഓഫ് പ്രൊഡ്യൂസേഴ്സ്. ദ നമ്പർ ഓഫ് പ്രൊഡ്യൂസേഴ്സ്. ഒരേ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന നമ്പർ ഓഫ് പ്രൊഡ്യൂസേഴ്സും സപ്ലൈൻ്റെ ഡിറ്റർമിനൻസ് ആണ്. ദ പ്രൈസസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്. റിലേറ്റഡ് ഗുഡ്സിൻ്റെ പ്രൈസസും ഇതൊക്കെയാണ് സപ്ലൈനെ ഡിറ്റർമൈൻ ചെയ്യുന്ന കാര്യങ്ങൾ. ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈ. എക്സ്പാൻഷൻ ഇൻ സപ്ലൈ എന്ന് പറയുമ്പോൾ പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കൂടുന്നതിനെയാണ് എക്സ്പാൻഷൻ ഇൻ സപ്ലൈ എന്ന് പറയുന്നത്. കോൺട്രാക്ഷൻ ഇൻ സപ്ലൈ എന്ന് വെച്ചാൽ പ്രൈസ് കുറയുമ്പോൾ സപ്ലൈ കുറയുന്നതിനെയാണ് കോൺട്രാക്ഷൻ ഇൻ സപ്ലൈ എന്ന് പറയുന്നത്. നേരത്തെ ഡിമാൻഡ്